അയ്യോ വണക്കം. വാ തുറന്ന വെവിളിത്തരം മാത്രമേ പറയൂ. കയ്യിലാണെങ്കിൽ കഞ്ഞന്തിരിവ് മാത്രമേ ഉള്ളൂ. ബുദ്ധിയാണെങ്കിൽ തീരെയില്ല. കുണ്ടണിയാണെങ്കിൽ അത് അവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓടിത്തള്ളി വല്ല ഫുക്കറ്റില പട്ടായല ബാങ്കോക്കിലൊക്കെ പോയി കളയും. എവിടെ പോയിടാ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ കോൺഗ്രസ്സുകാർ തള്ളിക്കൊണ്ട് വന്ന് പറയും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടരുത്, അദ്ദേഹം എവിടെ പോയെന്ന് ഞങ്ങൾ പോലും ചോദിക്കുന്നില്ല എന്ന് പറയും. പിന്നെ ആകപ്പാടെ കുറച്ച് സമയം ഇന്ത്യയിൽ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഇന്ത്യയിലേക്ക് വരുന്ന സമയമാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നോക്കി വലിയ രീതിയിൽ ഞാൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞ് തേഞ്ഞു വാരുന്ന കുറേ ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്ന് അവസാനം അത് സ്വന്തം ആസനത്തിൽ തന്നെ കടന്ന് പൊട്ടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് നമ്മുടെ LOP ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ഒരു സെക്സിസ്റ്റ് ജോക്ക് അടിച്ചായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോറിൻ പോളിസി, അദ്ദേഹത്തിൻ്റെ ഫോറിൻ പോളിസി എന്താണ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി അവിടെ തൊട്ടടുത്ത് നിന്ന് ഓടിച്ചെന്നൊരു കിളവനെ പോയി ഓടിച്ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ഫോറിൻ പോളിസി, മെലോണിയൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ എന്നുള്ള ഒരു സെക്സിസ്റ്റ് ജോക്കാണ് അവിടെ അടിച്ചത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കുഴപ്പമില്ല, അറിയാമല്ലോ, എല്ലാം വൺ സൈഡഡ് ആണ്. നമ്മൾ ആക്ച്വലി അങ്ങനെയാണ്, വൺ സൈഡഡ് ആണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലൈംഗികമായിട്ട് അധിക്ഷേപിച്ചാലും അദ്ദേഹത്തിൻ്റെ അമ്മയെ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പുറത്ത് ഇടതുപക്ഷ മതനിരപേക്ഷ ഡിമാല ഗുണ്ടന്മാർക്കോ ഗുണ്ടികൾക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഡിങ്കിരി ഡിങ്കിരി ഡിങ്കാല ഡുംബട ഡുംബട ഡുംബാല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കോളും. ഡണ്ട ഡണ്ടട ഡണ്ടണ്ട ഈയാ ഊവാ എത്തപ്പൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിക്കോളും. അതാണ് ഇവരുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അതേ ഒരു എസൻസ് തന്നെയാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾക്കും ഉള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് CJP പ്രൊട്ടസ്റ്റ് കവർ ചെയ്യുന്നതും ജാർഖണ്ഡിലെ പ്രൊട്ടസ്റ്റ് ഒരു കവർ ചെയ്യാതിരിക്കുന്നതും. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള അധിക്ഷേപവും അമ്മയ്ക്കെതിരെയുള്ള ബലാത്സംഗ ആഹ്വാനവും ഒന്നും ഇവന്മാർ കണ്ടില്ല എന്ന് നടിക്കുന്നതും TG മോഹൻദാസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇവന്മാർ ഊതി വീർപ്പിച്ച് കാണിക്കുന്നതും. കോടതി പോലും അവസാനം TG മോഹൻദാസിനെ അപ്പം തന്നെ ജാമ്യം കൊടുത്ത് പുറത്ത് വിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവന്മാരുടെ പ്രതിപക്ഷ നേതാവേ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നരേന്ദ്രമോദിയുടെ ഫോറിൻ പോളിസിയെക്കുറിച്ച് പറയുകയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആൾക്കാരെ കാണുമ്പോൾ ഓടിച്ചെല്ലുന്നു, കെട്ടിപ്പിടിക്കുന്നു, കൈ പിടിക്കുന്നു, മുത്തം കൊടുക്കുന്നു എന്നൊക്കെയാണ് യുവമാരുടെ പ്രധാനപ്പെട്ട ആരോപണം. അത് ഇവിടെ യുവമാരുടെ മാത്രമല്ല, കേരളത്തിലെ കമ്മിക്കുട്ടന്മാരും ഇതൊക്കെ ഏറ്റെടുക്കുന്നത് കാണാറുണ്ട്. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്തൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ കാണുമ്പോൾ, അവിടെയുള്ള നേതാക്കന്മാരെ കാണുമ്പോൾ ചിരിക്കുന്നു. എന്തിനാണ് ചിരിക്കുന്നത്? പിണറായി വിജയനെ പോലെ ഇങ്ങനെ ഉണക്കമുന്തിരി പോലത്തെ മുഖം വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് മാത്രമേ എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളൂ. പിണറായി വിജയൻ്റെ മുഖം ശ്രദ്ധിച്ചു നോക്കണം, ഉണക്കമുന്തിരിയാണ് കാണിരിക്കണം. ചില സമയത്ത് ചുക്കി ചുളുങ്ങി കണ്ടാൽ തന്നെ പറയുന്നുണ്ടൊന്നും വിചാരിക്കില്ല, പേടിയാവും. സത്യം പറഞ്ഞാൽ പേടിയാവും. ഇത് ബോഡി ഷേമിംഗ് ആണെന്ന് വിചാരിക്കരുത്, ഒരു മനുഷ്യൻ്റെ വികാരമാണ്. പിണറായി വിജയൻ്റെ മുഖം കാണുമ്പോൾ നമ്മുടെ കുഞ്ഞിക്കുഞ്ഞൻ്റെ വാസുവണ്ണൻ്റെ ബീജിയാണ് മനസ്സിലൂടെ ഇങ്ങനെ ഓടുന്നത്. പേടിയാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു മൂഞ്ചി, ആ മൂഞ്ചി എന്ന് പറഞ്ഞാൽ തമിഴ് മുഖം, അപ്പോൾ അങ്ങനത്തെ ഒരു മൂഞ്ചിയിലിരിക്കണം എന്നാണ് യവന്മാർ പറയുന്നത് എന്നുള്ളതാണ് യവന്മാരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല ആൾക്കാരെയും കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, അവർക്ക് കൈ കൊടുക്കുന്നു. സൗദി അറേബ്യയിലെയും UAE ഭരണാധികാരികളൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ ആ ഭരണാധികാരികൾ രണ്ട് കൈയും ഇങ്ങനെ പൊക്കിപ്പിടിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പൊക്കിപ്പിടിക്കും. അങ്ങനെ പൊക്കിപ്പിടിക്കുമ്പം നമ്മൾ അടുത്ത് നിന്നിട്ട് നമസ്തേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളും അവരെന്ത് ചെയ്യും? ആലിംഗനം ചെയ്യും. അത് അവരുടെ രീതി, ഇത് നമ്മുടെ രീതി. എങ്കിലും നമ്മൾ ആ രീതിയിലോട്ട് അഡാപ്റ്റ് ചെയ്യും. ട്രംപ് ആണെങ്കിൽ എന്ത് ചെയ്യും? ട്രംപിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ട്രംപ് കൈ പിടിക്കും. ട്രംപ് കൈ പിടിച്ചിട്ട് കൈയിൽ നിന്ന് വിടൂല, വേട്ടാവിളിയും കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ കുലുക്കി 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 ഇങ്ങനെ നിൽക്കും. പുടിനൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരൊറ്റ ഷേക്കൻഡ് അവിടെ നിർത്തും പുടിൻ, ഒറ്റ ഷേക്കൻഡ്. മോദി പുടിൻ്റെ അടുത്ത് നിന്നാലും ഒറ്റ ഷേക്കൻഡ് അവിടെ നിർത്തും. അതായത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടത്തിനും നമ്മുടെ രാജ്യത്ത് നിക്ഷേപം കൊണ്ടുവരാനുമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ രീതിയിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. അഡാപ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കൈ കൊടുത്ത് അവരുടെ ആതിഥേയത്വം സ്വീകരിച്ച് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് മാന്യമായിട്ട് തിരിച്ചു വരിക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അവിടെ പോയി നമ്മൾ മുട കാണിച്ചിരിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ DYFIക്കാർ പൊതുച്ചോറിനായിട്ട് വീടുകളിൽ വരുന്നില്ലേ? വീടുകളിൽ വരുമ്പോൾ അവരെങ്ങനെയാണ് വരുന്നത്? താണ് കേണ് അങ്ങനെയാണല്ലോ വരുന്നത്. അതായത് അവരുടെ ആവശ്യമാണ്, അവർക്ക് വോട്ട് വേണം, അവർക്ക് ആ വീട്ടിലെ ആളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം, ഇവൻ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണെന്ന് അറിയണം. അങ്ങനെ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ് അവർക്കുണ്ട്. ഈ പൊതുച്ചോറിൻ്റെ പിന്നിൽ രാഷ്ട്രീയം റഹീം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് താണ് കേണ് വരും. ഒരു വട്ടം വരും, പൊതുച്ചോറ് തന്നില്ലെങ്കിൽ രണ്ടാമത്തെ വട്ടം പോകും. മൂന്നാമത്തെ വട്ടം പൊതുച്ചോറ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ അങ്ങനത്തെ ഒരു മാനറിസം ഈ പൊതുച്ചോറിലേ ഉണ്ട്. അപ്പോൾ പിന്നെ വലിയ വലിയ കാര്യങ്ങളിൽ നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധി എടുത്തിട്ട് കളിയാക്കിയപ്പോൾ നമ്മുടെ മനോരമ ഇത് കണ്ടില്ല, കണ്ണു അടച്ചിരിക്കുകയായിരുന്നു വേട്ടാവളിയന്മാർ. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കളിയാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. BJP ആണെങ്കിൽ ഒരു പോസ്റ്റ് അങ്ങോട്ടിട്ടു. ഇന്ദിരാഗാന്ധി ഫിഡൽ കാസ്ട്രോയെ കെട്ടിപ്പിടിക്കുന്ന ഒരു ചിത്രം എടുത്തിട്ടാണ് വലിയ രീതിയിൽ BJP പ്രചരിപ്പിച്ചിട്ട് BJP രാഹുൽ ഗാന്ധിയോട് ഒരു ചോദ്യം ചോദിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത് കണ്ടപ്പോൾ മനോരമയുടെ ധാർമ്മിക രോഷം ഉണർന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ പത്രമാണ്, മനോരമയ്ക്ക് ധാർമ്മിക രോഷം ഉണരും. ഇന്ദിരാഗാന്ധി ഫിഡൽ കാസ്ട്രോയെ കെട്ടിപ്പിടിച്ചത് ജഠരാഗ്നിയോ അതോ കാമാഗ്നിയോ? അധിക്ഷേപ പരാമർശവുമായി BJP എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ
മനോരമയുടെ ആ ഒരു മറ്റേ സംഭവം ഉണ്ടല്ലോ, നഷ്ടപ്പെട്ടു പോയ ആ ഒരു മാധ്യമധർമ്മത്തിൻ്റെ ഉദ്ധാരണ ശേഷി അവർക്ക് തിരിച്ചു കിട്ടി. ഇതാണ് അവർക്ക് സംഭവിച്ചത്. അങ്ങനെ അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആലിംഗത്തെ പരസ്യമായി പരിഹസിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച് BJP നേതാക്കൾ. അതിലൊരു അധിക്ഷേപമില്ല. മുൻ പ്രധാനമന്ത്രിയും രാഹുലിൻ്റെ മുത്തശ്ശിയുമായിട്ടുള്ള ഇന്ദിരാഗാന്ധി, ക്യൂബൻ വിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോയും പലസ്തീൻ നേതാവ് യാസർ അറാഫത്തിനെയും ആലിംഗനം ചെയ്ത വീഡിയോകൾ പങ്കുവച്ചാണ് BJP നേതാക്കളുടെ മറുപടി. ഇതിനൊപ്പം പാർലമെന്റിൽ 8 വർഷം മുമ്പ് രാഹുൽ മോദി ആലിംഗനം ചെയ്ത ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയും ഫിഡലുമൊത്തുള്ള ചിത്രത്തിനൊപ്പം ശ്വാസം മുട്ടിക്കുന്ന ഈ അനുഭവത്തെ രാഹുൽ ഗാന്ധി ജഡരാഗ്നി എന്നാണോ വിളിക്കുന്നത്, അതോ ഇത് കാമാഗ്നിയാണോ എന്നാണ് BJP നേതാവ് നിഷികാന്ത് ദുബെയുടെ ചോദ്യം. പക്ഷേ ആ ചോദ്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല, അതിനകത്ത് യാതൊരു സെക്സിസവും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. മനോരമ അത് വളച്ചൊടിച്ച് ഇങ്ങനെയാണ്, കാരണം അത് അവരുടെ പണിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നീതിയുടെ പൊൻകിരണങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമ പ്രവർത്തകൻ. അതിപ്പോൾ ഉദ്ധരിച്ച് നിൽക്കുകയാണ് ആ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ധാർമ്മികത. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ അധിക്ഷേപിച്ചാൽ സ്വാഭാവികമായിട്ടും അത് താരും, അത് പിന്നെ ഉദ്ധരിക്കില്ല. ഇതാണ് മനോരമയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. എന്തായിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ ഈ വെവിളിത്തരത്തിന് രാഹുൽ ഗാന്ധിയുടെ അമ്മയുടെ വീടുണ്ടല്ലോ ഇറ്റലി കാര്യം എന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഭാഗ്യം രാഹുൽ ഗാന്ധിക്ക് കിട്ടി. എംബസി ഓഫ് ഇറ്റലി ന്യൂഡൽഹിയിലെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ദ എംബസി ഓഫ് ഇറ്റലി എക്സ്പ്രസസ് ഇസ് ഡീപ് കൺസേൺ ആൻഡ് സ്ട്രോങ് ഡിസപ്രൂവൽ റിഗാർഡിംഗ് ദ ഡെറഗേറ്ററി റിമാർക്സ് ആട്രിബ്യൂട്ടഡ് ദിസ് വേട്ടാവളയൻ രാഹുൽ ഗാന്ധി, opposition leader of the Lok Sabha India, concerning Giorgia Meloni, Prime Minister of Italy. Political disagreement is an essential part of democracy. However, India's integral political matters should not become a pretext for mocking or disrespect to the Prime Minister of Italy. If it happens anymore, I will smash you എന്നൊക്കെ എഴുതി പിടിപ്പിക്കണമെന്നുണ്ടായിരുന്നായിരിക്കും. പക്ഷേ അവരുടെ മാന്യത കൊണ്ട് അവരിങ്ങനെ നിർത്തിയുള്ളൂ. മനസ്സിലായില്ല. റെസ്പെക്ട് ഇന്ത്യസ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ആൻഡ് വി എക്സ്പെക്ട് ദ സെയിം റെസ്പെക്ട് ഫോർ ഇറ്റലി ആൻഡ് ഇറ്റ്സ് ഡെമോക്രാറ്റിക് ഇലക്ടഡ് ലീഡർഷിപ്പ്. ബട്ട് വി നോ ദാറ്റ് കോൺഗ്രസ് ഈസ് സിറ്റിംഗ് ഇൻ ദ ഒപ്പോസിഷൻ പാർട്ടി ആൻഡ് വി ഡു നോട്ട് എക്സ്പെക്ട് any type of respect from the Congress party because Congress itself is a disrespect organization എന്നൊക്കെ അവർക്ക് എഴുതി പിടിപ്പിക്കണമെന്നുണ്ടല്ലോ. അത് ഞാൻ കൈ നിട്ടാണ്. എന്തായാലും the Embassy of Italy expresses a deep concern and strong disapproval regarding the derogatory remarks attributed by രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ഈ തെണ്ടിത്തരം പിടിച്ച രാഹുൽ ഗാന്ധിയുടെ ഈ വെളിത്തരത്തിൽ ഞങ്ങൾ വലിയ രീതിയിലുള്ള റിഗ്രറ്റ് രേഖപ്പെടുത്തുകയാണ്, വലിയ രീതിയിലുള്ള ഒരു വിഷമം രേഖപ്പെടുത്തുകയാണ്. ജോർജിയ മെലോണിയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പൊളിറ്റിക്കൽ ഡിസഗ്രിമെൻറ്റ് ഇസ് ആൻഡ് പാർട്ട് ഓഫ് ഡെമോക്രസി. അതായത് പൊളിറ്റിക്കൽ ഡിസഗ്രിമെൻറ്റ് ആർക്കും രാഷ്ട്രീയപരമായിട്ട് വിയോജിക്കാം. ഹവർ ഇന്ത്യസ് ഇൻ്റഗ്രൽ പൊളിറ്റിക്കൽ മാറ്റർ ഷുഡ് നോട്ട് ബിക്കം എ പ്രറ്റൻറ്റ് ഫോർ മോക്കിംഗ് ഓർ ഡിസ്റെസ്പെക്ടിംഗ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇറ്റലി. അതായത് ഇന്ത്യക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾക്കകത്ത് മെലോണിയെ വലിച്ചിടരുത്. അത് നമ്മുടെ ഇറ്റലിയെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മൾ ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെസ്പെക്ട് ചെയ്യുന്നു. പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. വി എക്സ്പെക്ട് ദ സെയിം റെസ്പെക്ട്. അതായത് ഞങ്ങൾ അതേ റെസ്പെക്ട് നമ്മൾ തിരിച്ചും പ്രതീക്ഷിക്കുന്നു എന്നാണ് ആരോടാണ്. പൊളിറ്റിക്കൽ ഡിബേറ്റ് ഈസ് വെൽക്കം, ഡിസ്റെസ്പെക്ട് ടുവാർഡ്സ് അവർ പ്രൈം മിനിസ്റ്റർ ഈസ് നോട്ട്. അതായത് പൊളിറ്റിക്കൽ അത് നമുക്ക് റെസ്പെക്ട് ചെയ്യുന്നു. പൊളിറ്റിക്കൽ ഡിബേറ്റ് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് എന്തും ചർച്ച ചെയ്യാം. പക്ഷേ മെലോണിയെ ഡിസ്റെസ്പെക്ട് ചെയ്താൽ അത് നമ്മൾ സഹിക്കില്ല. അത് ഇറ്റലിയുടെ പ്രധാനമന്ത്രിയാണ്, സഹിക്കില്ല എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി തിരിച്ച് ഇറ്റലിയിലോട്ട് പോകുമ്പോൾ അവർ കുത്തി നിർത്തുമോ എന്നറിയില്ല. എന്ത് തന്നെയായിരുന്നാലും രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടി എന്നൊരു സ്ഥിതിയിലാണ് ഇപ്പം നിലവിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ശരി.